നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ₹1 പോലും മോഹിച്ചിട്ടല്ല ഗായത്രി അത് ചെയ്തത്. പിന്നീട് എപ്പോഴെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിക്കൊള്ളാമെന്ന ധാരണയൊന്നും ഗായത്രിക്കില്ലായിരുന്നു. ഗായത്രി ഇവർക്ക് കൊടുത്ത വസ്തു അത് ഇവർക്കുള്ളത് തന്നെയാണ്. അതാണ് ഗായത്രി ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ അത് ഗായത്രിയുടെ ആത്മാവിന് വിഷമമാവും. അതുകൊണ്ട് പാർവതി പറഞ്ഞു തന്നെയാണ് ശരി. വസ്തുക്കൾ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടക്കണം. എങ്കിൽ മാത്രമേ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമ്മള് പറയുന്നതിൽ അർത്ഥമുണ്ട്. നമ്മളെ പോലെ തന്നെ ദൈവമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇവരും വിശ്വസിക്കുമോ? ആ വിശ്വാസം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ശരിയാ, അമ്മയെ ഇപ്പോഴും ദൈവത്തെ പോലെയാ ഇവരൊക്കെ കരുതുന്നത്. അങ്ങനെ ഇവർ കരുതുന്നുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയുടെ നല്ല മനസ്സാ. വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റിക്കാത്ത ആളായിരുന്നു അമ്മ. ആ അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല. പാർവതി പറഞ്ഞതുപോലെ ആ വസ്തുക്കൾ നമുക്ക് ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലേ അമ്മേ വേണ്ടത്? നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ഇനി എന്തു പറയാനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ആ വസ്തുക്കളൊക്കെ കൈവിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സാരമില്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നടക്കട്ടെ. പ്രതാപ, നിങ്ങൾക്ക് സന്തോഷായില്ലേ? സന്തോഷം അതെങ്ങനെ പറയണോന്നറിയില്ല. ഗായത്രി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയായിരിക്കും അമ്മയുടെയും തീരുമാനം. ഇത് നമ്മുടെ ഗായത്രി അമ്മ തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.